ഇബാ ശരിക്കലുണ്ടല്ലോ അന്നെപ്പോലുള്ള കുറെ ആളുകൾക്ക് കുറെ പ്രശ്നം നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതായത് നിങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? അതെ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ സേഫ്റ്റി ഉറപ്പുവരുത്തണ്ടേ? വേണം. ഇപ്പൊക്കെ തിരക്കാണ്, ഇപ്പൊ ഫുൾ ബിസി ലൈഫാണ്. ഷൂട്ടിന്റെ ഇടയിൽ പോലും കോളുകൾ കൊണ്ട് അടുത്ത ഷൂട്ടിനുള്ള കോളുകളാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, ഇപ്പോ നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഡീപ് ഫേക്ക് ഒക്കെ വെച്ചിട്ട് പലതും സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഇൻസ്റ്റയിൽ ഇപ്പൊ ഗേൾസ് എന്നല്ല, ഇപ്പൊ ബോയ്സിനാണെന്നുണ്ടെങ്കിലും സ്കാം പരിപാടികൾ ഒരുപാട് നടക്കണ്ടല്ലോ. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരണ്ടേ? അപ്പൊ ഈ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് എല്ലാവർക്കും വരുന്ന രൂപത്തിലാവണുണ്ട്. അതായത് ഇപ്പൊ ബോയ്സ് ഗേൾസ് ഡിഫറൻസ് ഇല്ലാണ്ട് തന്നെ എല്ലാവർക്കും സേഫ്റ്റി എന്നത് പ്രധാനമല്ലേ സോഷ്യൽ മീഡിയയില്. അപ്പൊ പുതിയൊരു സംഭവം ഉണ്ട്. പുതിയ സംഭവം എന്നല്ല, ഇപ്പൊ കുറച്ചായി അത് വന്നിട്ട്, പക്ഷെ അത് എല്ലാവരിലേക്കും എത്തിയിട്ടില്ല. അന്റെയിലേക്ക് വന്നിക്കണമെന്ന് നോക്കും. ഞാൻ പറഞ്ഞുതരാം. ഇൻസ്റ്റ എടുക്കേ, അതില് സെറ്റിങ്സ് പോയാല് എനിക്ക് അക്കൗണ്ട് സെന്റർ കാണാം. ഫസ്റ്റ് സെറ്റിങ്സ് മേലെ ഒരു 3 ലൈൻസ്, അതിൽ നമുക്ക് അക്കൗണ്ട് സെന്റർ കാണാം. ആ അക്കൗണ്ട് സെന്ററിൽ താഴോട്ട് പോയാൽ യുവർ ആക്ടിവിറ്റി ആൻഡ് പെർമിഷൻ എന്ന് പറഞ്ഞ ഇതുണ്ടോ, യുവർ ഇൻഫർമേഷൻ പെർമിഷൻ. ഞാൻ കാണാതെ പറയുന്നതുകൊണ്ടാണ് ചെറിയൊരു ഇത്. ഓക്കെ, അതെടുക്കേ. അതെടുത്ത് കഴിയുമ്പോൾ അതിൽ ഫേഷ്യൽ റെക്കഗ്നീഷൻ കാണുന്നുണ്ടോ? താഴോട്ട് സ്ക്രോൾ ചെയ്യും. എന്നാൽ ആന്റിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഈ ഫേഷ്യൽ റെക്കഗ്നീഷൻ ആരിലേക്ക് വന്നിട്ടുണ്ടോ ആ ആളുകളൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് എനേബിൾ ചെയ്തിട്ട് ഫേഷ്യൽ റെക്കഗ്നീഷൻ കൊടുക്കുക. കാരണം നമ്മളെ ഈ ഇൻസ്റ്റ വെച്ചിട്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഫ്രോഡ് പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഈ കാര്യം മനസ്സിലാവും. അതായത് എന്താ പറയുക, നമുക്ക് അലേർട്ട് മെസ്സേജ് പോലെ വരും. സോ ഇതൊരു പുതിയ സേഫ്റ്റി അല്ലേ? പബ്ലിക് അക്കൗണ്ടുള്ളവർക്കായിരിക്കും ചിലപ്പോൾ എന്തായാലും എല്ലാവരും ചെക്ക് ചെയ്തോട്ടെ. അങ്ങനെ ഇതേപോലത്തെ കൂടുതൽ ഇൻഫർമേഷൻസ് വേണോ പറയാൻ സൗകര്യമില്ല.